ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാർ. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്ലീൻ ചെയ്ത ചെമ്മീൻ 2 പൗണ്ട്, വെളുത്തുള്ളി ചെറുകെ നീളത്തിൽ കട്ട് ചെയ്തത് 1 കപ്പ്, ഇഞ്ചി ചെറുകെ നീളത്തിൽ കട്ട് ചെയ്തത് 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 4 ടേബിൾ സ്പൂൺസ്, പച്ചമുളക് നെടുകെ മുറിച്ചത് 12 എണ്ണം, കറിവേപ്പില 2 തണ്ട്, വിനീഗർ 1/2 കപ്പ്, തിളപ്പിച്ചാറിച്ച വെള്ളം 1/2 കപ്പ്, വെളിച്ചെണ്ണ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ട. ഇതിനു വേണ്ടി ഫ്രൈയിങ് പാനിലോട്ട് 1/2 കപ്പ് എണ്ണ ഒഴിച്ച് ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് സെയിം പാനിലോട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചെമ്മീൻ വറുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം നന്നായി വഴന്നു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയിട്ട് ഒന്നുകൂടി വഴറ്റുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. മുളക് വഴന്നു കഴിയുമ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് 5 മിനിറ്റോളം ശരിക്കും വഴറ്റിയെടുക്കുക. ചെമ്മീനിൽ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ തിളപ്പിച്ചരച്ച വെള്ളവും വിനീഗറും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇത് തിളച്ച ഗ്രേവി ഒന്നുകൂടി തിക്കാവണം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ തണുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ കുപ്പിയിലോ ഭരണിയിലോ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye bye.